ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അശ്വിൻ ആൻഡ് ആദീസ് വ്ളോഗ്. അപ്പം നമ്മൾ ഇന്നാണെങ്കിൽ വന്നിരിക്കുന്നത് നൈറ്റ് വ്ളോഗ് ആയിട്ടാണ്. അപ്പം ഇന്ന് നമ്മൾ ഒരു ദിവസം നമ്മുടെ രാത്രിയിൽ ഇവിടെ നടക്കുന്ന കാര്യങ്ങളെ നിങ്ങൾക്ക് അറിയിക്കാൻ വേണ്ടിയാണ് നമ്മളപ്പം ഇത് ചെയ്തിരിക്കുന്നത്. അപ്പം എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അശ്വിൻ ആൻഡ് ആദീസ് വ്ളോഗ്. അപ്പം നമ്മൾ നൈറ്റ് വ്ളോഗാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പം എല്ലാവരും അത് ആസ്വദിക്കുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണേ. അപ്പം ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യാൻ, ഞങ്ങളെ അതുപോലെ തന്നെ ലൈക്കും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഗൈസ്, ആ പൈസ ഇപ്പോൾ അവൻ്റെ ഈ കളിനോട്ട് വേണം, അതിനാണ് അച്ചു എന്ന് വിളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഗൈസ്, ഇത്രയേ ഉള്ളൂ എൻ്റെ സാധനം. പിന്നെ ബുക്സും പലതരം അത്രയൊക്കെ ഉള്ളു. പിന്നെ ഇൻസ്ട്രുമെൻറ്റ് ബോക്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉള്ളു, അല്ലാതെ നമ്മുടെ കയ്യിൽ വേറൊന്നുമില്ല. പിന്നെ പിന്നെ ഉള്ളതേ മറ്റേ ബുക്സ് ഉണ്ട്. എനിക്ക് ഈ മറ്റേ നമ്മുടെ റഫായിട്ട് എഴുതാൻ വേണ്ടി മറ്റേ എന്തെയാ ബുക്സൊക്കെ എവിടെയോ കൊണ്ടിട്ടേക്കാണ് ആ ബുക്സൊക്കെ. പിന്നെ ഞാൻ പണ്ട് കളിക്കുന്ന കളികളെന്ന് പറയുമ്പം ടീച്ചറും കുട്ടിയും കളിക്കുമായിരുന്നു. അങ്ങനെയുള്ള കളികളെല്ലാം ഞാൻ കളിക്കും. എനിക്കിങ്ങനെ തുറന്ന് പറയുന്നത് അങ്ങനൊന്നും ഇല്ല. എൻ്റെ അമ്മയെ ഇതുപോലെ തന്നെയാണ്. എല്ലാ കാര്യങ്ങളും ആരുടെ മുഖത്ത് നോക്കുകയാണെങ്കിലും തുറന്ന് പറയും. ആളൊരു എന്ന് വെച്ചാൽ ആളുടെ ഉള്ളിൽ ഒതുക്കിക്കൊണ്ടിരിക്കത്തില്ല. ആള് മനസ്സിൽ വെക്കുന്ന ഒരാളല്ല, മനസ്സിൽ വെക്കത്തേ ഇല്ല. നമ്മൾ അമ്മയ്ക്ക് എന്താ ആളോട് പറയാനുണ്ടെങ്കിലും മുഖത്ത് നോക്കി തന്നെ പറയും. അങ്ങനത്തെ ഒരാളാണ്. പിന്നെ എൻ്റെ അമ്മ ഇപ്പം തൃശ്ശൂർ പോയേക്കാണ് ജോലിക്ക്. അപ്പം ഇപ്പം ഞങ്ങൾ ഇരിക്കുന്ന അമ്മയുടെ വീട്ടിലാണ്. അങ്ങനെയൊക്കെ നല്ല രസമാണ് ഇവിടെ നിൽക്കാൻ. കൊച്ചു കുട്ടികളും മാമിമാരാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, ഉച്ചയ്ക്ക് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഉച്ചയ്ക്കിട്ട വീഡിയോക്കകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, മാമിമാരാണ് എനിക്ക് എല്ലാത്തിനും സപ്പോർട്ടായിട്ട് നിൽക്കുന്നത്. ഞാൻ എന്ത് കാര്യം ചെയ്താലും അതിനകത്തിലും മാമിമാരാണ് കൂടുതലും ഇതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഗൈസ്, നമുക്കാണെങ്കിൽ കിച്ചണിലോട്ട് പോകാം. അപ്പോൾ ഗൈസ്, നമ്മളാണെങ്കിൽ കിച്ചണിലോട്ട് പോവാണ്. മാമി കഥ ഓപ്പൺ ആക്കും. അപ്പൊ ഗായ്സ്, നമ്മൾ കിച്ചണിലോട്ട് കയറുകയാണ്. അപ്പൊ അതെ, നമ്മള് ഗോതമ്പ് ദോശ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഗായ്സ്, നമ്മുടെ ദൊച്ചൂട്ടൻ ഇവിടെ ഇപ്പൊ ഉണ്ട്. ദൊച്ചു ഒരു ഹായ് കൊടുത്തേ. ദേണ്ട ഇവിടെ ഒരു ഹായ് കൊടുത്തേ. വേണ്ടടാ, പണ്ടേക്കോട്ട് നോക്കി ഒരു ഹായ് കൊടുക്കടാ. ആള് എന്തോ നല്ല പണിയിലാണ്. അപ്പൊ അതെ, അനിയങ്കുഞ്ഞിന് ഹായ് കൊടുക്കണം. നമ്മള് ദോശ തിരിച്ചിടുകയാണ്. ഇതാണ് നമ്മുടെ ദോശ. അപ്പം നമുക്കിന്ന് ഗോതമ്പ് ദോശ, ഇടയ്ക്ക് മാമിമാർ മാത്രം കഴിക്കത്തുള്ളൂ ദോശ. എന്നാൽ തിരിച്ചിട്ടോ. അപ്പം അതെ, നമ്മുടെ അങ്കു ഇവിടെ ഇരിപ്പുണ്ട്. ഒരു ഹായ് കൊടുത്തേക്ക്. അതെ, നമ്മുടെ മൂത്ത മോന് ഏറ്റവും ഒരു ഹോബി ആയിട്ടുള്ളൊരു കാര്യമാണ് പാത്രം അടുക്കൽ. നമ്മളിതേ അടുക്കി വെച്ചേക്കുന്ന എല്ലാ പാത്രവും ഇപ്പം എടുത്ത് ഇവിടെ അടുക്കി വെക്കും. അതാണ് മെയിൻ. എന്നിട്ട് എന്താ പിരമിഡ് പോലെ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ, ഒറ്റ ചവിട്ട എല്ലാം കൂടെ അപ്പം താഴെ വീഴുമല്ലോ. അത് കാണാൻ ഒരു രസമാണ്. അതിന് കുഞ്ഞിന് നാണവ. അപ്പൊ നമ്മുടെ നൈറ്റ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഒരു ഹായ് കൊടുത്തേക്ക് ദോസ്. ഹായ് കൊടുത്തേക്ക്. ഹായ് കൈ പൊക്കി ഹായ് കാണിക്ക്. ഹായ് ഹായ് ഒരു ഹായ് കൊടുത്തേ. ഹായ് കൊടുത്തേ. ഹായ് 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 ഹായ്. അപ്പൊ ഗായ്സ്, ഇതാണ് നമ്മുടെ കിച്ചൺ പ്രോഗ്രാം അല്ലെങ്കിൽ നൈറ്റ് വ്ളോഗ്. അപ്പൊ ഗായ്സ്, ഇതായിരുന്നു നമ്മുടെ നൈറ്റ് വ്ളോഗ്. നമ്മുടെ നൈറ്റ് വ്ളോഗ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ആൻഡ് കമന്റ് ചെയ്യണേ. ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്.